KSRTC ബസ്സിലെ സൗജന്യ യാത്ര എന്ന് പറയുന്നത് അതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഇതുവരെ സർക്കാർ പറഞ്ഞിട്ടില്ല. എങ്ങനെയാണ് മുഴുവൻ എല്ലാ ബസ്സിലും ഉണ്ടോ അതോ ഓർഡിനറി ബസ്സിൽ മാത്രമാണോ, ഈ മിന്നൽ അല്ലെങ്കിൽ സെമി സ്ലീപ്പർ അങ്ങനത്തെ ബസ്സുകളിലുണ്ടോ, അതിൻ്റെയൊക്കെ ക്രൈറ്റീരിയ അറിഞ്ഞാലേ അത് എത്ര എസിൻ്റെ പേര് വരും. എല്ലാ ബസ്സുകളിലും കൊടുക്കാൻ സാധ്യത വളരെ കുറവാണ്. അങ്ങനെ വരുമ്പോഴാണ് ഇതിന് ഖജനാവിന് എത്രയാണ് ബാധ്യത വരിക, ഒരു വർഷം ഇതിനായിട്ട് അധിക വിഭവ സമാഹരണം എത്ര വേണ്ടി വരിക എന്നൊക്കെ നമ്മൾ ആലോചിക്കും. അതാണ് അതിൻ്റെ ബാധ്യതയുടെ ഒരു എന്താ പറയുക ഘട്ടം കൂടെ എത്തുമ്പോഴാണ് ഇത് എങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ളത്. ഇത് ഉണ്ടാക്കാവുന്നൊരു പ്രതിസന്ധി എന്ന് പറയുന്നത് മറുവശത്ത് ഇത് സ്വകാര്യ ബസ്സുകളെ ബാധിക്കുക എന്ന് പറയുന്ന ഒരു വലിയ ഇഷ്യൂ ഉണ്ട്. കാരണം അവർ അവർ കാലങ്ങളായിട്ട് ആവശ്യപ്പെടുന്ന ഈ വിദ്യാർത്ഥികളുടെ കൺസെഷൻ എന്ന് പറയുന്നത് ഉയർത്തണം എന്ന് പറയുന്നത് അത് പല കാരണങ്ങൾ കൊണ്ട് സർക്കാരുകളൊന്നും പരിഗണിക്കാതിരിക്കുക. ഈ ഘട്ടത്തിൽ ഇങ്ങനെ ഒരു സ്ത്രീകൾ ഒന്നാകെ മൊത്തം KSRTC ബസ്സിനെ ആശ്രയിക്കുന്ന ഒരു സാഹചര്യത്തിൽ ആ വ്യവസായം എങ്ങനെ മുന്നോട്ട് പോകുന്നുള്ളൊരു വലിയ ഇഷ്യൂ ഉണ്ട്. അപ്പോൾ ഇതിനെ സർക്കാർ ഇനി എങ്ങനെയാണിത്, ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ ഇന്ധന വില വർധന ഒരു വശത്തോടെ വരുന്നു, അപ്പോൾ ഒരു പക്ഷേ എന്താ പറയുക ബസ് ചാർജ് വർധനയിലേക്ക് വരുന്നൊരു ഘട്ടം എത്തുകയാണെങ്കിൽ അത് ഇതിൽ കൂടെ ബാലൻസ് ചെയ്യാനും കൂടെ ശ്രമിക്കുമോ, അങ്ങനെയൊക്കെ വന്നാലേ അതിൻ്റെ ഒരു മെറിറ്റ് അറിയുള്ളൂ. പക്ഷെ രണ്ടാമത്തെ സ്ഥാനം വയോജനങ്ങൾക്കൊരു വകുപ്പെന്ന് പറയുന്നത് ശരിക്കും ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അതൊരു പക്ഷേ സർക്കാരിൻ്റെ ഏറ്റവും നല്ല ഒരു ഗുഡ് ബില്ലായ ഒരു തുടക്കം എന്ന് പറയുന്നത് ജപ്പാൻ മോഡലിലൊക്കെ ആയിരിക്കും വരിക. കേരളത്തിൽ ഇത്രയും എന്താ പറയുക മലയാളികൾ പുതിയ തലമുറ മുഴുവൻ വിദേശത്ത് പോയി ജോലിയും സെറ്റിലായതും ചെയ്യുമ്പോൾ ഒരു വയോജന കേന്ദ്രമായി തന്നെ കേരളം മാറുന്ന ഒരു കാലഘട്ടത്തിൽ അതിനൊരു വകുപ്പുണ്ടായി എന്നുള്ളത് ഏറ്റവും ശുഭകരമായ ഒരു കാര്യം തന്നെ.